നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം ഇല്ലേ? കണ്ണൊക്കെ കുറഞ്ഞു കേട്ടോ. ഇന്നലെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുമാവയുടെ കണ്ണൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ. അത് നമ്മൾ നിലത്താണ് കിടക്കുന്നത്, നിലത്ത് ബെഡിലാണ് കിടക്കുന്നത്. അപ്പം അങ്ങനെ ഇതിലോ ഒരു ഉറുമ്പ് പോയപ്പോൾ തട്ടിയതാണ് കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ ശ്രദ്ധിക്കണോ, ഇനി ഉറുമ്പ് കടിക്കരുതെന്നൊക്കെ. നമ്മൾ ഉറുമ്പിൻ്റെ ചോക്കൊക്കെ വരയ്ക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് നമ്മൾ എന്തോരം നോക്കിയിട്ടുണ്ടായാലും പറ്റിയല്ലേ, അങ്ങനെ പറ്റുന്നതാണ് കേട്ടോ. എന്തായാലും ദേ കുറഞ്ഞിട്ടുണ്ട്. നേരത്തോട് നേരം ആകുമ്പം പോകുന്നു ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നേരത്തോട് നേരമായപ്പോൾ പോയിട്ടുണ്ട്. മാളു അവിടെ ഇരിപ്പുണ്ട്. മാളുവിനെ എന്തോ ഇഷ്ടപ്പെടായി വന്നിട്ട് നോക്കി പഠിപ്പിക്കുക. രണ്ടുപേരെയും കൂടി ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. രണ്ടുപേരും വഴക്ക് കൂടി തോന്നുന്നു. വന്നപ്പോഴത്തേക്കും വഴക്ക് കൂടിയിട്ടുണ്ട്. അതാണ് അവളെ നോക്കി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയെ നമ്മൾ കോഴിക്കോട് പോയപ്പം എന്താ പറഞ്ഞത് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കോഴിക്കോട് നമ്മൾ റൂമിലെത്തിയത് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞുള്ള ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ നിൽക്കുവാണ്. അത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് അത് ബാക്കിയും കൂടി പറയാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് പറഞ്ഞു ചേച്ചി അതിൻ്റെ ബാക്കി ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ മറന്നുപോയതല്ല, ഇന്നലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുഞ്ഞിന് കണ്ണിന് ഒട്ടും തുറക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ആദൂട്ടി ഇല്ലാതെ നമുക്ക് എന്ത് വീഡിയോയാണ്? ആദൂട്ടി ഇല്ലാതെ ആർക്കും നമ്മുടെ വീഡിയോ കാണുന്നതും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ആ വീഡിയോ എടുക്കാതെ പോയത്. പിന്നെ വേറൊന്നുമല്ല. അപ്പോൾ എനിക്ക് ഇനിയിപ്പം ഈ വീഡിയോ അങ്ങ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോ ചെയ്യാനുണ്ട്, കുറച്ച് വീഡിയോ ഇടാനുണ്ട് എന്നിവരെ വിചാരിച്ച് ഇനിയിപ്പോൾ ഇതങ്ങ് കഴിയാന്ന്. ഇനിയും പരമാവധി എന്നും പറയുന്ന പോലെ തന്നെ പരമാവധി മിക്ക ദിവസവും വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കാം. അതെ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മിക്ക ദിവസം വരാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. പിന്നെ ആദൂട്ടിൻ്റെ മൂഡ് പോലെ ഇരിക്കും നമ്മുടെ വീഡിയോ എടുക്കൽ. പിന്നെ ഹോസ്പിറ്റലിൽ പോക്കും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ കുറച്ചൊരു ഇത് വരുന്നതാണ് കേട്ടോ. ഞാൻ ആദൂട്ടിക്കല്ലേ ഫസ്റ്റ് ആദൂട്ടിൻ്റെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും നടക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്നും വീഡിയോ ആയിട്ട് വരാത്തത്. അപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അവിടെ എത്തി, അവിടെ റൂം എടുത്തു. പിറ്റേന്ന് രാവിലെ 8 മണിയായപ്പം ആദൂട്ടിക്ക് അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ദോശയൊക്കെ മേടിച്ച് കൊടുത്ത് ആദൂട്ടിൻ്റെ വയറൊക്കെ ഫുള്ളാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. വയറ് ഫുള്ളാക്കിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ എവിടെയാണെന്ന് നമുക്കറിയില്ല. 10 പേരോട് ചോദിച്ചിട്ടാണ് നമ്മൾ അവിടെ അതിൻ്റെ ഉള്ളിലെത്തിയത്. ഉള്ളിലെത്തിക്കഴിഞ്ഞ് ക്യൂ നിൽക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു ക്യൂ നിൽക്കണ്ട, നിങ്ങളങ്ങ് കയറി ചെന്നാൽ മതി, ചീട്ടെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കയറി ചെന്ന് ചീട്ടെടുത്തു കഴിഞ്ഞപ്പോൾ ആദൂട്ടി ഹോസ്പിറ്റലിൽ കണ്ടുടനെ ആദൂട്ടി അങ്ങ് കരയാൻ തുടങ്ങി കേട്ടോ. ഹോസ്പിറ്റലിൽ കണ്ടുടനെ ഈ വെള്ള കുപ്പായൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദൂട്ടിനെ എന്തോ ഇഞ്ചക്ഷൻ വെക്കാൻ കൊണ്ടുപോകുക എന്നൊക്കെ വിചാരിച്ചിട്ട് ആദൂട്ടി ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞു കേട്ടോ. ഒരു വിധത്തിലാണ് നമ്മൾ ചീട്ടെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഞാനും ഉണ്ണിക്കുട്ടനും കൂടിയാണ് കയറുന്നത്. ഉണ്ണിക്കുട്ടനും കൂടി കയറി ഒരു സൂചി കുത്താൻ ഇടവില്ല കേട്ടോ. അതുപോലെ തിരക്കാണ്. എൻ്റെ മെഡിക്കൽ കോളേജിൽ ഞാൻ പോയിട്ടുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് കേട്ടോ പോകുന്നത്. ഒരു സൂചി കുത്താൻ ഇടവില്ലാത്ത പോലെ തിരക്ക്. ആദൂട്ടിയാണെങ്കിൽ നല്ല കരച്ചിൽ. ഒരു വിധത്തിൽ നമ്മളെ നീത എന്ന് പറഞ്ഞ മേഡത്തിൻ്റെ അടുത്തെത്തി. ഇപ്പം മേഡം നമ്മളെ കണ്ടുടനെ വിളിച്ചു. ഞാൻ ഈ ടെസ്റ്റിൻ്റെ ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ മേഡം പറഞ്ഞു മോനത് ചെയ്യേണ്ട കാര്യമില്ല, അതെന്തിനാ ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മളൊന്ന് ചെയ്തപ്പോൾ സാറിന് ഇങ്ങനെ ഒരു സംശയം, അതുകൊണ്ട് സാറ് ചെയ്യാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു EGG എടുക്കാം. അപ്പോൾ ഇപ്പം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം എന്തായാലും ആദൂട്ടി ഉറങ്ങത്തില്ല, ഇപ്പം അന്നേരം എങ്ങനെയാണ് എടുക്കുന്നത് വെച്ചാൽ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, 4-ാം തീയതി ഒന്ന് അഡ്മിറ്റ് ആക്കുക, നമുക്ക് വീഡിയോ EGG എടുക്കാം. പിന്നെ എന്തുകൊണ്ടാണ് കുഞ്ഞിൻ്റെ ലെവിപ്പിൽ നിർത്താത്തതെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഫിക്സ് ഇല്ലെങ്കിൽ എല്ലാം നോർമൽ അല്ലേ, പിന്നെ നിർത്തിക്കൂടെയെന്ന് ഡോക്ടർ ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ടെസ്റ്റ് എടുക്കുക, അതെടുത്ത് കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് കുഞ്ഞിൻ്റെ ഈ EGG എടുത്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ലെവിപ്പിൽ നിർത്താമെന്ന്. എന്നെ സംബന്ധിച്ചെന്നല്ല, ഈ ഫിക്സിൻ്റെ മരുന്ന് കൊടുക്കുന്ന എല്ലാ അമ്മമാർക്കും അറിയാം. അവരെ സംബന്ധിച്ച് ഈ ലെവിപ്പിൽ നിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമാണ് കേട്ടോ. നമ്മൾ ഈ ലെവിപ്പിൽ കൊടുക്കുമ്പോൾ മക്കൾക്ക് മയക്കവും ക്ഷീണവും സൈഡ് എഫക്റ്റ് കുറേ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ, ലെവിപ്പിൽ നിർത്താമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സന്തോഷമായി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മേഡം സാറ് വിളിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. നമ്മുടെ മുരുകൻ സാറ് മേഡത്തിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, സ്വിച്ച് ഓഫ് ആയിരുന്നു. സാറ് വിളിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ സാറിനെ ഒന്ന് വിളിച്ചപ്പോൾ സാറ് കോൾ ബിസി. രണ്ടാമത് നമ്മളിങ്ങോട്ട് ഇറങ്ങാനായപ്പം ആ ടെസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു കേട്ടോ. EGG അല്ല മറ്റേ ജെനറ്റിക് ടെസ്റ്റ് ചെയ്യണ്ട, മോന് ഫിക്സ് ഇല്ലല്ലോ, ഫിക്സ് വരുമെന്ന് മാത്രം നോക്കിയാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു. ബാക്കി തെറാപ്പി നന്നായി പോകണം എന്ന് തന്നെ പറഞ്ഞു.
അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വേറൊരു പേഷ്യൻറ്റിനെ നോക്കി നമ്മൾ അപ്പുറത്തിരുന്ന് വേറൊരു സാറ് നമുക്ക് എഴുതി തരുവാണ്, EGG എടുക്കാനുള്ളതെല്ലാം എഴുതി തരുവാണ്. അന്നേരം സാറ് വിളിക്കുന്നു, ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പോകല്ലേ എന്ന് പറഞ്ഞു. അപ്പം സാറ് വിളിക്കുന്നു എന്ന് പറഞ്ഞു. മാള് തുമ്മുന്ന കേട്ടോ, മാള് കൊച്ചു ഇവിടെ ഉണ്ട്. സാറ് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം സാറ് പറഞ്ഞു എന്തായാലും അത് എടുക്കണം നിർബന്ധം പറഞ്ഞപ്പോൾ മേഡം പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല നമുക്ക്, കാരണം കുഞ്ഞിന് അതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നിങ്ങളൊരു നാലാമതൊരു കുഞ്ഞിനെ നോക്കുന്നുണ്ടെങ്കിലല്ലേ നമ്മളത് എടുത്തിട്ട് കാര്യമുള്ളൂ, അതിൻ്റെ കാര്യമില്ല, എന്തിനാണ് എടുക്കുന്നത്, അതിൽ കുഴപ്പമുണ്ടാവില്ല, എനിക്ക് ഉറപ്പാന്ന് പറഞ്ഞു. അന്നേരം നമ്മുടെ സാറിന് അതെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സാറിന് അതെടുത്തേ പറ്റുള്ളൂ, സാറ് നിർബന്ധം പറയുന്നുണ്ട്, നമുക്ക് അന്നേരം അതും കൂടി ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞ് നമുക്കിങ്ങ് എഴുതി തന്നു. അതെടുക്കാൻ വേണ്ടി എഴുതി തന്നു. ഇവിടം വരെ എത്തിയത് വരെ നമുക്ക് നല്ല സുഖമായിരുന്നു കേട്ടോ. ഒരു ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സുഖമായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ട് മേളിൽ പോയിട്ട് ഈ ലാബിൽ കൊടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഇപ്പുറം വരണം, മിൽമേൻ്റെ അവിടെ, മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് ഒരു ഫോം മേടിക്കണം എന്ന് പറഞ്ഞു. ആ ഫോം മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറഞ്ഞു. ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാ ഡീറ്റെയിൽസും വേണം. അവിടെ നമ്മൾ ഇരുന്നു കേട്ടോ, ഭയങ്കര തിരക്കാണ്. 3/4 മണിക്കൂർ കുഞ്ഞിനെ കൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പാമ്പേഴ്സ് മാറാനായി. ലിഫ്റ്റ് ഉണ്ട്, അതൊരു വലിയ കാര്യമാണ്, ലിഫ്റ്റ് ഉണ്ട്. നമ്മൾ പാമ്പേഴ്സ് മാറാൻ വേണ്ടി പിന്നെ പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ തന്നെ കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടുത്തു എന്ന് വേണം പറയാൻ. ആദൂട്ടി എൻ്റെ തോളിൽ കിടക്കുന്നുണ്ട്. മടുത്തു കുറേ നേരം കഴിഞ്ഞപ്പം പിന്നെ എന്ത് ചെയ്തു, ഉണ്ണിക്കുട്ടൻ ഞാൻ ആദൂട്ടിൻ്റെ പാമ്പേഴ്സൊക്കെ മാറ്റി ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ ആദൂനെ കൊടുത്തിട്ട് പിന്നെ ഞാനും മാളും കൂടി ആയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് നേരം ആദൂട്ടിനെ കൊണ്ട് പാല് മേടിച്ചു കൊടുക്കാനൊക്കെ പുറത്തു പോയി. മാളൂസും ഇരുന്ന് മടുത്തു. ഞങ്ങളൊരു 2.5-3 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ പൂരിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അതോടുകൂടി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അതോടുകൂടി കഴിഞ്ഞിട്ടില്ലായിരുന്നു. നമ്മൾ ആദ്യം വന്ന ഗേറ്റിൽ തന്നെ പോയിട്ട് ഇത് സീല് വെക്കണം, ഈ ടെസ്റ്റിന് വേണ്ടിയുള്ളത് സീല് വെക്കണം. സീല് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ പോകണമായിരുന്നു. ഉള്ളിൽ പോയിട്ട് കുറേ ലാബിൽ പോയിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് നീതിയിൽ കൊടുക്കണം. പിന്നെ അങ്ങനെ നമ്മൾ നീതിയിലൊക്കെ കൊടുത്ത് എല്ലാം റെഡിയാക്കി കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എനിക്ക് തീരെ വയ്യായിരുന്നു, വയറുവേദനയ്ക്കുള്ള സമയമായിരുന്നു. തീരെ വയ്യുന്ന എൻ്റെ കണ്ണിക്കൂടിയൊക്കെ ഇങ്ങനെ കുടുകൂടാന്ന് വെള്ളം വരാൻ തുടങ്ങി. സങ്കടം വന്നിട്ട് എനിക്ക് എനിക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരടി നടക്കാൻ പറ്റുന്നില്ല. അതുവാണെങ്കിലും മടുത്തു. അതിന് ഭക്ഷണമാണേലും അന്ന് ശരിയായില്ല. ഉണ്ണിക്കുട്ടനാണേലും ഏറ്റവും അവസാനം എന്നോട് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ ഇവിടെ ഇരുന്നോ, ഞാൻ നോക്കിക്കോളാം ബാക്കിയെന്ന് പറഞ്ഞ് ഉണ്ണിക്കുട്ടൻ കുറേ ഓടി നടന്നു കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല. വീഡിയോ എടുക്കാൻ പോയിട്ട് എനിക്കൊന്ന് നടക്കാൻ പറ്റുന്ന പോലും ഇല്ലായിരുന്നു. ഏറ്റവും അവസാനം അങ്ങനെ ദൈവം സഹായിച്ച് ബ്ലഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലഡിൻ്റെ റിസൾട്ട് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുന്നത് നമുക്ക് വീട്ടിലേക്ക് അയച്ചു വരുവുള്ളൂ. നമ്മളിനിയിപ്പം 4-ാം തീയതി പോയി അഡ്മിറ്റ് ആവണം. 4-ാം തീയതി പോയി അഡ്മിറ്റായിട്ട് 4-ാം തീയതി രാത്രിയിൽ ആദൂട്ടിക്ക് അവർ ഉറങ്ങാനുള്ള മരുന്ന് കൊടുക്കും. എനിക്കറിയത്തില്ല ആദൂട്ടി ഉറങ്ങുമെന്നൊന്നും അറിയില്ല. ആദൂട്ടീനെ സംബന്ധിച്ച് ആദൂട്ടി അവർ 8 മണിക്ക് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 8 മണിക്കൊന്നും ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അവൻ്റെ ഒരു സമയമുണ്ട്, അവൻ ആ സമയത്താണ് ഉറങ്ങുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അന്ന് വെളുപ്പിന് തന്നെ പിന്നെ പിറ്റേന്ന് വെളുപ്പിന് നമ്മൾ ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിൽ വയനാട്ടിൽ പോകാമെന്ന് വിചാരിക്കുന്നു. വയനാട്ടിൽ പോയിട്ട് എനിക്ക് എൻ്റെ ഹോസ്പിറ്റൽ ആവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം വയനാട്ടിൽ പോകാമെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. 5-ാം തീയതി ആദൂട്ടി ജനിച്ച ദിവസമാണ്. 7-ാം തീയതിയാണ് നാൾ വരുന്നത്. അപ്പോൾ നാളിൻ്റെ അന്നൊരു കേക്കൊക്കെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടല്ലോ, അവിടെ നിന്നൊരു കേക്കൊക്കെ മുറിച്ച്, അയ്യോ കേക്ക് മുറിക്കാൻ പറഞ്ഞോളൂ, എൻ്റെ പിറന്നാളിൻ്റെ കേക്കൊക്കെ മുറിച്ച് വരാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ദൈവം സഹായിച്ച് ആ ഡോക്ടർ പറയുന്നത് ആദൂട്ടിക്ക് ജെനറ്റിക്കിൻ്റെ പ്രശ്നം ഇല്ലയെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ തന്നെ വരട്ടെ. ജെനറ്റിക്കിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ആദൂട്ടിൻ്റെ കേൾവിക്കുറവിനോ വർത്തമാനത്തിനോ അത് ബാധിക്കും, വൈകല്യങ്ങളില്ലാന്നും പറയുന്നുണ്ട്. എന്താണ് ഇല്ലയെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട്
നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നു. റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. റിസൾട്ട് കിട്ടിക്കഴിയുമ്പം എന്താണേലും അത് നിങ്ങളെ അറിയിക്കും. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളെ അറിയിക്കും. ഇപ്പം എൻ്റെ ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെയാണ് കേട്ടോ. ആ കുട്ടിക്ക് വേണ്ടി ഒരുപാട് പേര് ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഒത്തിരി പേര് വിളിച്ച് കരയുന്നവരുണ്ട്, ഒരുപാട് പേര് ഫേസ്ബുക്കിലാണേലും യൂട്യൂബിലാണേലും മാതൂട്ടിനെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല. ഇത്രയൊക്കെ ഉള്ളൂ ആദുട്ടിയുടെ വിശേഷങ്ങൾ, ചുരുക്കി പറഞ്ഞതാണ്. ഹോസ്പിറ്റലിലെ മെഡിക്കൽ കോളേജിലെ അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് കേട്ടോ. ഞാൻ കിടന്നിട്ടുണ്ട് ആദുട്ടിനോട്, കോഴിക്കോട് മിംസിലാണ് കിടന്നത്. പക്ഷെ നമുക്ക് ഇത്ര ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അന്നേരം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്താ ചെയ്യണം, നാളെ തൊട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഉണ്ണിക്കുട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എടുത്തു തരാം അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പഠിത്തമൊക്കെ ആയതുകൊണ്ട് 9-ലല്ലേ, അതുകൊണ്ട് ഉണ്ണിക്കുട്ടനെ അങ്ങനെ വിളിക്കുന്നില്ല. അപ്പം നാളെ തൊട്ട് എന്തെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് ഞാനും ആദൂട്ടിയൊക്കെ വരുന്നതായിരിക്കും. കണ്ണിന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ. പിന്നെ നമ്മൾ 4-ാം തീയതി കോഴിക്കോട് ഉണ്ടാവും. കോഴിക്കോടുള്ള കുറേ പേര് വിളിച്ചിട്ടുണ്ട്. നമ്മൾ 4-ാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടാവും കേട്ടോ.